ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മാത്ത് ഓർ ഡേ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം താമസിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. കളി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്ത് ലാവയിൽ നിന്ന് രക്ഷപ്പെടണം. മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്താൽ നമ്മൾ ബ്ലോക്ക് ഉയരും, നമ്മൾ ലാവയിൽ നിന്ന് മുകളിലോട്ട് പോകും. അല്ലാത്ത പക്ഷം നമ്മൾ ലാവയിൽ മുങ്ങിത്തഴും. ഓക്കെ, അതാണ് കളി. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 84 - 36 48 അല്ലേ? യെസ്. ജസ്റ്റ് മിസ്സിനാ. അതാ 10.4 സെക്കൻഡ് എടുത്ത് നമുക്കത് ചെയ്യാൻ. അപ്പോൾ ഇപ്പം ലാവയുടെ വക്കിൽ 3.26. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാ നമുക്കൊരു റിവൽ. അവൻ 12 വട്ടം ജയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 8 വട്ടം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം, ഈ കളി നോക്കാം. ഓക്കെ, 87/9 അല്ലേ? 9 ആണ്. അതെ അതെ, ചെറുപ്പത്തിൽ ട്യൂഷൻ വീട്ടിൽ പോയതിൻ്റെ ഗുണമുണ്ട് കേട്ടോ. ഓക്കെ, അതാ നമ്മുടെ കുട്ടി എത്ര പേരാന്ന് നോക്കി. ഇവനൊക്കെ LKG-യിലാണ്. ഇവിടേക്ക് എന്താ എത്ര താമസം? ഓക്കെ, അതാ ഫ്രണ്ടിലൊരുത്തി. ഇപ്പം കാണിച്ചു തരാം. 42 അല്ലേ? അതെ, 42. യെസ്, അത്രേ ഉള്ളൂ. നമ്മളുടെ അവളെ അടിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. ഇതൊക്കെ എന്തില്ല, ഇതൊക്കെ അംഗൻവാടി പിള്ളേരുടെ ക്വസ്റ്റ്യൻ. അതാ നമുക്ക് 3.1 സെക്കൻഡ് എടുത്തു. ഓക്കെ, നമ്മുടെ ടൈമിന് ഇച്ചിരി പ്രശ്നമുണ്ട്. 8 × 8 64. യെസ്, 64. അതാ, പക്ഷേ നമ്മളവന് ഒരു ഹൈറ്റാണ്. ആ പച്ച ബ്ലോക്കുള്ള എല്ലാം തോന്നില്ലേ? അവൻ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് എനിക്കൊരു ഡൗട്ടില്ല അതില്ല. അതാ അവൻ കഴിഞ്ഞ വട്ടത്ത് വിന്നറാന്ന് തോന്നുന്നേ. അവിടെ അവൻ്റെ ഇതിന്ന് ഡാൻസ് കളിക്കുന്നു. 18. ഇതും സിമ്പിളാണ്. ഇതിനകത്ത് ഇത്ര പേടിക്കാനൊന്നുമില്ല. എന്നാലും നമ്മൾ പേടിക്കണം. ചെറിയൊരു കയ്യബദ്ധം മതി. കാരണം ലാവ ഓരോ ലെവൽ കൂടുന്തോറും ഇത്ര ബ്ലോക്ക് വെച്ച് പൊങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ലെവൽ മിസ്സായി പോവുകയാണെങ്കിൽ നമ്മളെ ഇത് ബാധിക്കും. 82 25. ഓക്കെ, അത് കറക്റ്റാണ്. അതാ, പക്ഷേ എന്നിട്ടും നമുക്ക് അവൻ്റെ 7 എത്താൻ സാധിക്കുന്നില്ല. അതാ, അപ്പോൾ നമ്മളവന് ഒരേ ഹൈറ്റാന്ന് തോന്നില്ലേ? ഓക്കെ, എന്തായാലും അവൻ നമുക്കൊരു റിവലാണ്. റിവൽസ് അല്ലേ? 90 - 50 40 അല്ലേ? യെസ്, അതും കറക്റ്റ്. ഓക്കെ, അവൻ മാത്സിൽ പണ്ട് ഏതോ ഒരു ബുജിയായിരുന്നെന്ന് തോന്നുന്നു. അത് അവൻ കുതിച്ച് വരികയാണ് സുഹൃത്തുക്കളെ. അതാ ഫ്രണ്ടിൽ 2 പേര്. ഇതാ ഈ പെണ്ണ് വീണ്ടും എൻ്റെ എത്രയാണ്? ഇവളെ വിടരുതല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. 12 - 3 9 അല്ലേ? ഇതൊക്കെ എന്തില്ലേ? അതാ ഫ്രണ്ടിലെ ഇവിടെ നമുക്ക് തോപ്പിക്കണം. മാത്രമല്ല ദേ വേറൊരുത്തിനുണ്ട്. എന്ത് ക്യാപ്പിബാറേ? ഓക്കെ, ക്യാപ്പിബാറയില്ല ആനിമലല്ലേ? ഓക്കെ, എന്തായാലും ഏട്ടാ നമുക്ക് എല്ലാത്തിനും അടിച്ചു കൂട്ടണം. ഇത് 29. യെസ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈ തട്ടി വേറെ ഓപ്ഷനൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഗെയിമിൻ്റെ ഹൈലൈറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യനായിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ഇതെന്താണ് ആക്യുറസിയും കൂടി ഇവർ നോക്കും. ഓക്കെ, അതാ മറ്റോ ഇരുന്ന് നമ്മളെല്ലാം ജോക്കറിൻ്റെ ഇട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, 20. നമ്മൾ ഈ കളി ജയിച്ചാൽ അവർ നമ്മൾ എന്തെങ്കിലും ഇട്ട് കാണിക്കണം. അതാ മറ്റവന്മാർ ഒരു 5-6 ബ്ലോക്ക് തറയില്ലെന്ന് തോന്നില്ലേ ഫ്രണ്ടിലുള്ളവന്മാർ. പക്ഷേ ഇവനും ഞാനും തമ്മിൽ എത്ര ബ്ലോക്കിൻ്റെ വ്യത്യാസമാവും? ഓക്കെ, 3 അല്ലേ? 15 3. യെസ്, അവനെ പൊട്ടിച്ച്. യെസ്. ഓക്കെ, അവനെ നമ്മൾ സക്സസ്ഫുള്ളി പൊട്ടിച്ചിരിക്കുകയാണ്. അതാ ലാവ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതാ മറ്റുള്ള ലാവ മുങ്ങിയെന്ന് തോന്നുന്നതാ 60. ഓക്കെ, അതവനറിയാം. അത് കാരണം സിമ്പിളാണ്. മറ്റവനറിയില്ല. അവൻ അവിടെ ഒന്ന് കൺഫ്യൂസ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. അതാ നമുക്ക് 1.8 സെക്കൻഡ്. അതാ ലാവ നല്ലോണം മുങ്ങിയതാ. ക്യാപ്പിബാർ അതാണ്ട് ലാവയുടെ വക്കിൽ 10. ഓക്കെ, ഇത് ശരിയാ. അതാ ഈ കളി നമുക്ക് തൂക്കണം. ഓക്കെ, ഈ കളി നമുക്ക് തൂക്കിയേ പറ്റത്തുള്ളൂ. അതാ 2 സെക്കൻഡ് അല്ല. ഓക്കെ, നമുക്ക് 2.1 സെക്കൻഡ്. അതാ നമ്മൾ ജയിച്ചില്ല. ഇവന് ബാക്കി ടഫ് കളി. അതാ നമ്മളിവന് കറക്റ്റ് നമ്മളിവന് മാത്രം ബാക്കിയുള്ളവരെല്ലാം ഡൈ ആയി. ഓക്കെ, അവന് 11 വട്ടം അവൻ ജയിച്ചിട്ടുണ്ട്. ഈ കളി എന്തായാലും നമ്മൾ തൂക്കിയിരിക്കും. യെസ്, ഈ കളി നമ്മൾ തൂക്കി. അത്രേ ഉള്ളൂ. ക്യാപ്പിബാറൊക്കെ എപ്പോഴേ പോയി. അതാ നമ്മൾ ഇമോജി ഇട്ടങ്ങ് അവനെ വേർപ്പിച്ച്. അവിടെ കുറേ ടൈമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കളി അതായത് ഈ ഗെയിം ഞാൻ മുമ്പ് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് 9 വിൻസ് ആയത്. ഓക്കെ, ഇന്നത്തെ കളിയും കൂടി ജയിച്ച കൂടി 9 വിൻസ് ആയിട്ടുണ്ട്. പക്ഷേ അവൻ ഓൾറെഡി ഇത് കളിക്കുന്നത് അവന് 12 വിൻസ് ഉണ്ട്. ഓക്കെ, അതാ ക്യാപ്പിബാറ നമ്മളോടുണ്ട്. അത് അവനുണ്ട് ഇപ്രാവശ്യം. അപ്പം മീഡിയത്തിൽ കയറിയിരിക്കാം, നല്ലത്. അതാ എല്ലാവരും മീഡിയത്തിൽ കയറി. കാരണം ആർക്കും മീഡിയം ആയിട്ട് പോലും എല്ലാവരും പതുക്കെ ഡൗട്ടാവുക. ഓക്കെ, നമുക്കെന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമാണെന്ന് പ്രതീക്ഷിക്കാം. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം.
ഓക്കെ ഫസ്റ്റ് ഒരു ബ്ലോക്ക് വെച്ച് കൂടും. അപ്പോൾ അതേപോലെ 45 ഓക്കെ അത് കറക്റ്റാണ്. അതാ തുടക്കം തന്നെ നമ്മൾ ഇവരൊക്കെ എന്താണ് LKG-യിലാണ്, ഇവർക്ക് ഇതുപോലും അറിയില്ലേ. ഇവരുടെ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് അറിയത്തില്ല. ഇവരെല്ലാം എന്താ ഇപ്പോഴും തറയിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് ഇപ്പോൾ ഉയർന്നത്. 90 - 10 80 അത്രേ ഉള്ളൂ. അതാ നമ്മളവിടെ കിടന്ന് ഭയങ്കര ടഫ് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. അതാ നമ്മുടെ തറയുള്ളവരെ കണ്ട നമ്മളവിടെ കിടന്ന് എന്താ ചെയ്യുക, ഡപ്പാക്കുത്തൊക്കെ കളിക്കില്ല. ഓ മറ്റു പോലെ ആവി കിടന്നുണ്ട് അവൻ തീക്കകത്ത് കിടന്ന് കളിക്കുന്നത്. ഓക്കെ എന്തായാലും നമ്മൾ സീന് ഡാൻസൊക്കെ കളിക്കുന്നത് അവിടെ ഓക്കെ. ഇത് 15. ഓക്കെ മീഡിയം വേണ്ട നമുക്ക് നല്ല മീഡിയം രീതിയിലുള്ള കോസ്റ്റ്. ഇതുമായിട്ട് ഞാൻ ഡിഫിക്കൽട്ട് അതായത് ഹാർഡ് ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്യണം. പക്ഷേ അതിനാരും കൂട്ടിക്കത്തില്ല, നമ്മൾ മാത്രം നിന്നോട്ട് കാര്യമില്ല. അതാ നമ്മളവരും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ജോക്കറിട്ട് കളിക്കുക. ഓക്കെ 30. ഓക്കെ ഈ കളി നമ്മൾ തൂക്കിയാൽ നമ്മളൊരു കിടിലം ബുദ്ധിജീവി തന്നെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ അറിയത്തില്ല, അതാ വീണ്ടും നമ്മളും അവനുമാണ് വീണ്ടും റിവലായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ നമ്മളും അവനാന്ന് തോന്നുന്നു ഇപ്പോൾ ടോപ്പെന്ന് തോന്നുന്നു. അത് 9 × 7 63 യെസ്. നമ്മൾ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി. പേടിക്കണ്ട നല്ല. ഓ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ച അവനോള് നമ്മളെ കാട്ടി മുമ്പിലാ. എൻ്റെ അളിയ അത് പ്രശ്നമാണല്ലോ. ഇതെത്ര 36 47 82 ഷിറ്റ് തേഞ്ഞ് 82 83. ഓ ബാക്കി എല്ലാവർക്കും തെറ്റി കേട്ടോ. ഓക്കെ എല്ലാവരും ഒന്നിച്ച് പൊട്ടന്മാരായി. അതോ മറ്റോളങ്ങൾ ബുർജലീഫ് അടിയോടെ. എൻ്റെ കളിയ ഡിഫിക്കൽട്ട് ഗെയിം കേട്ടോ. ഈ കളി നമ്മൾ ഇച്ചിരി പൊളുത്തും. അതാ 2 റിവൽസ് നമുക്കിപ്പോൾ ഉള്ളത് കണ്ട. 2 പേരുണ്ട് ഇപ്പോൾ. ഓ അവരോട് പോയി. ഈടാ നമുക്ക് പണി കുറച്ചും കൂടി എളുപ്പമായെന്ന് തോന്നുന്നു. അത് അവൻ ലീവ് അടിച്ചു. ഓക്കെ കുഴപ്പമില്ല, നമുക്ക് എന്നാലും ഇവിടെ എത്തി ബാക്കിയുണ്ട്. ഓ അവളിങ്ങനെ മണ്ടയ്ക്കോട്ട് പറന്നുകൊണ്ടിരിക്കുക. നമ്മളവളുടെ അടുത്ത് കഷ്ടിച്ചിങ്ങനെ എത്തും, അവൾ വീണ്ടും അടുത്ത് പറന്നു പോകും. ഓക്കെ 2.0 സെക്കൻഡ്. ഓക്കെ ചോദ്യത്തിൻ്റെ വേഗതയിലൊക്കെ നമ്മളാണ് പുലിയെന്ന് തോന്നുന്നു. 25 യെസ് 25 യെസ്. നമ്മളവിടെ അടുത്ത് എത്തിയില്ല. അവൾ വീണ്ടും മോളിപ്പോയി. ക്യാപ്പിബാറ എപ്പോഴും ജീവനുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ക്യാപ്പിബാറയ്ക്ക് ഉത്തരം പറയുന്നുണ്ട്. ക്യാപ്പിബാറ ഇവിടെ കാണുന്നില്ലല്ലോ അവനെ. ഓക്കെ 7:20 ഓക്കെ ക്യാപ്പിബാറ. അതാ ക്യാപ്പിബാറ ഇല്ലേ, അതാ ക്യാപ്പിബാറ തറയിലുണ്ട്. ഓക്കെ അതാ ഇവളാണ് ഇപ്പം നിലവിലെ നമ്മുടെ എനിമി. അതാ നിൽക്കുന്നുണ്ടില്ലേ ചോന്ന് കൊടുത്ത് ചിക്കൻ ഫ്രൈ പോലെ. ഓക്കെ അവൾക്ക് 0 വിൻസാന്ന് തോന്നുന്നു. 15. ഓക്കെ അവൾ ഒറ്റ വട്ടേ ജയിച്ചിട്ടുള്ളൂ. എന്ത് ധൈര്യത്തിലാണ് ഈ 10 വട്ടം ജയിച്ച് എന്നോട്ട് മുട്ടാൻ. ഓക്കെ പറഞ്ഞോണ്ട് കാര്യമില്ല, ലക്ക് അനുസരിച്ചിരിക്കും. മാത്രമല്ല നമ്മുടെ അക്യുറസി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് 4 അല്ല 6 സോറി 6 ഓ അവള് പോയി. എടാ നമ്മൾ ജയിപ്പിച്ച്. അതെ ഇപ്പം അടുത്തതിന് ക്യാപ്പിബാറ ഡയ്യോ. അതോടെ നമ്മൾ ഫസ്റ്റ് കണ്ട. യെസ് നമ്മൾ ഈ കളി നമ്മൾ തൂക്കി. അത് പൊളിച്ച്. ഓക്കെ ഇപ്പോൾ കയറിയ 2 കളി നമ്മൾ തൂക്കി. നമ്മൾ ഈ ഡയമണ്ടൊക്കെ കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക വെറൈറ്റി ബ്ലോക്കുകളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ലക്ഷ്യം ഇല്ല കാണുന്ന റെയിൻബോ ബ്ലോക്ക് എടുക്കാനാണ്. പക്ഷേ അതിന് 7000 എന്താണ് ഡയമണ്ട് വേണ്ടി വരും തോന്നുന്നു. അതാ ക്യാപ്പിബാറ. ഓക്കെ അതാ ക്യാപ്പിബാറ അവനുണ്ട്. വോട്ട് ഫോർ എ ഡിഫിക്കൽട്ടി. നമുക്ക് ഈസി കയറാം. ഇത് പറയുന്നു ഹാർഡിലോട്ട് എങ്ങനെ വല്ല ആരും വരില്ല. ഓക്കെ കളി തുടങ്ങി. ഈ കളി നമ്മൾ തൂക്കിയാൽ നമുക്കിതൊരു ഹാട്രിക് ആയിരിക്കും. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 17 പേര് 5 ഓക്കെ നമ്മൾ ചെറിയ ലാഗ് വന്നു. ഓക്കെ കുഴപ്പമില്ല. ഇവരൊക്കെ എന്താ LKG-യിലാണോ? എടാ അയ്യേ 10 ഇത് കൊള്ളാലോ. 8 അതെല്ലാവർക്കും അറിയാം. മറ്റേ അതെന്ത് സിമ്പിൾ ചോദ്യമാടാ, എന്നിട്ടും ആർക്കും അറിയില്ല. അത് കൊള്ളാട്ടാ. ഇവരൊക്കെ LKG പോലും ഇവനൊന്നും ചേർന്നിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവ് അതൊക്കെ. അതാ നമുക്കൊരു സ്കാൾഡിട്ട് കാണിക്കാം. 9 സിമ്പിൾ. അതൊക്കെ എല്ലാവർക്കും സിമ്പിളാണ്. പക്ഷേ മറ്റേത് സിമ്പിളാണല്ലോ. 10 അടി വീഴുമ്പോൾ 2 5 അല്ലേ ആണ്. പക്ഷെ അതുപോലും അറിയാത്ത LKG കുട്ടന്മാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ 1.5 സെക്കൻഡ്. ഓക്കെ നമുക്ക് അത്യാവശ്യം ആക്യുറസി ഉണ്ടെന്ന് തോന്നുന്നു. 9 10 ഓക്കെ നമുക്ക് ഇതുവരെ 1 തെറ്റിയിട്ടുള്ളതെന്നാണ് എൻ്റെ ശരിയായൊരു വിശ്വാസം. 82 അതേ തെറ്റിയിട്ടുള്ളൂ, ബാക്കിയൊന്നും തെറ്റിയിട്ടില്ല. ഓക്കെ
അത് 1.8 സെക്കൻഡ് 1.9 സെക്കൻഡ്. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് നമ്മൾ മുമ്പിലാണ്. പെട്ടെന്ന് എടുത്ത് കുത്തിയാടാ 9. വെറുതെ അവനൊക്കെ എന്ത് വിചാരിക്കും. മറ്റേ എന്നെക്കാട്ടി കഷ്ടമാണ്. പക്ഷേ മറ്റേ ക്യാപ്പിബാറ ശരിയാക്കി. ഓക്കെ, 7-3 പോകുമ്പം 4 കറക്റ്റ്. ഓക്കെ, അതാ അവൻ നമ്മളെക്കാട്ടി കയറി കേട്ടോ. നമ്മുടെ ഒരു ചെറിയൊരു പിഴവ് കൊണ്ട് അവനിപ്പോൾ നമ്മളെക്കാട്ടി വലിയ പൂജയായി. ഇങ്ങനെ പോയാൽ ഞാൻ വീണ്ടും LKG ഇരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, 7. അതാ അവൻ കയറി ഇനി അവനെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് ഏതെങ്കിലും 2 ചോദ്യത്തിന് അവൻ ഉത്തരം തെറ്റിച്ചാൽ നമുക്ക് ലക്ക. അതേ ഉള്ളവനെ ഇപ്പോൾ ഡിഫീറ്റ് ചെയ്യാനുള്ള വഴി, അല്ലാതെ വേറൊരു മാർഗം കാണുന്നില്ലതാ. ലാവ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. 5+0 5. യെസ്, ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തെറ്റണേ. കളിയ ഡിഫിക്കൽട്ട് ഗെയിമാണെന്ന് തോന്നിയതു. എന്താ നമ്മൾ മറ്റേ കളി ജയിച്ചതിൻ്റെ ഇപ്പോഴും ടഫ് സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ അവന് നമ്മൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു ഡൈ ആയെന്ന് തോന്നുന്നു. 4. ഓക്കെ, അതും അങ്ങനെ അറിയാം. അവനെ അറിയാത്ത ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. അതാ 3, 2, 1. അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. ഓക്കെ, ഈ ക്യാപ്പിബാറയിൽ നിന്ന് അടിച്ച് കളയണമല്ലോ. ഇവൻ നമുക്കൊരു റിവലായിട്ട് വന്നിരിക്കുകയാണ്. അതാ ലാവ ഇങ്ങനെ വരുന്നുണ്ട്. 1. ഓക്കെ, അത് ചെയ്യാം. ഇവൻ നമ്മളെ കാട്ടി ഒരു എത്ര ബ്ലോക്കാ? 4-5 ബ്ലോക്കിന് മുകളിലാന്ന് തോന്നുന്നു. ഓക്കെ, അവനെ കാട്ടി 2. അതാ അവൻ വിജയം ഉറപ്പിച്ച് കണ്ടാ. അവൻ ഇമോജി ഇട്ട് കളിക്കുന്നത്. ഓക്കെ, 5. ഇവനെ നമുക്കിന്ന് തൂക്കിയേ പറ്റത്തോളൂ. നമ്മൾ ഡൈ ആവും ഇപ്പോൾ. ഓക്കെ, ഈ കളി നമ്മൾ ഒട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ലാവ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക. അതാ അധികമൊന്നുമില്ല. ഇപ്പം നിലവിൽ സേഫ് അവനാണ്. 1. ഓക്കെ, നമ്മളിനി തീക്കകത്ത് കിടന്നതുപോലെ അവൻ്റെ കൂടെ ഡാൻസ് കളിക്കേണ്ടി വരും തോന്നുന്നു. ഇപ്പം നിലവിൽ നമ്മളാണ് ഫസ്റ്റ്. 1-1 അത് കഴിഞ്ഞല്ലേ. ഓക്കെ, 1.4 സെക്കൻഡ് 1 സെക്കൻഡ് വ്യത്യാസം. അവൻ ലാവയിൽ എത്തി. എൻ്റെ അളിയ 13+3 16. ഓക്കെ, അതും കറക്റ്റാണ്. ഓക്കെ, അവനും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിട്ടു പോവുകയാണ്. അതാ ലാവ ഇനി അടുത്തന്നെ നമ്മൾ ഡൈ ആന്ന് തോന്നുന്നു. 0. ഓക്കെ, അതും അവനറിയാം. ബേസിക് എല്ലാം അറിയാൻ തോന്നുന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ ലാവ, പക്ഷേ ലാവ ഓരോ ലെവൽ കൂടുന്നവരും ഒറ്റയടിക്ക് കയറുക. നമ്മൾ തേഞ്ഞൊട്ടാൻ സാധ്യതയുണ്ട്. അതാ കഴിഞ്ഞ് നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. 13. നമ്മുടെ കാര്യത്തിൽ തീരുമാനമായെന്നുള്ളതിൽ സംശയം വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ ചാവത്തില്ല, അത് ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യന് ചാവാൻ സാധ്യത ഉണ്ട്. എൻ്റെ ആളി ജസ്റ്റ് മിസ്. അടുത്തതിന് ചത്തു കേട്ടോ. ഇത് ശരി ഉത്തരം പറഞ്ഞാലും നമ്മൾ ചാവും, അത് വേറെ കാര്യം. ഓക്കെ, എന്തായാലും നമ്മൾ ചാവാൻ നിമിഷങ്ങൾ മാർക്കിക്കെ നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അതാ ചത്ത്. ക്യാപ്പി നമ്മൾ 2nd സ്ഥാനം. ഓക്കെ, അതാവൻ നിൽക്കുന്നത്. അവൻ വിജയം ആഘോഷിക്കുന്നു. അതാ നമ്മൾ കരഞ്ഞ്. അവൻ പോയി. ഓക്കെ, നമ്മൾ 2 കളി തൂക്കിയെങ്കിലും അവസാനത്തെ കളി തേഞ്ഞിരിക്കുകയാണ്. സോ ഗൈസ്, എന്തായാലും നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അത് അവൻ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.